ഹായ്, ജി ബി വിഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലെ, ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ഡീറ്റെയിൽസ് പഠിച്ചു. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പാൻക്രിയാസ് എന്ന ഗ്ലാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിനകത്ത് മറ്റൊരു ഗ്രന്ഥിയെ പരിചയപ്പെടാൻ പോകും. മൂന്നാമത്തെ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. എല്ലാ ഗ്രന്ഥികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, എങ്കിലും താരതമ്യേന പ്രാധാന്യം കൂടുതൽ അർഹിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ്. കഴുത്തില് ക്ലോമം, ഗ്ലോട്ടിസ് വളസ് പഠിച്ചിട്ടുണ്ട്. ക്ലോമത്തിന്റെ ഇരുവശങ്ങളുമായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. രണ്ട് ഇതളുകളായി കാണപ്പെടുന്ന ഗ്രന്ഥി കൂടിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി, ദ ബിഗ്ഗസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇൻ അവർ ബോഡി, അതും എന്ത് തന്നെയാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഈ തൈറോയിഡിന്റെ ആക്ടിവിറ്റിക്ക്, അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു മൂലകമാണ് അയോഡിൻ. തൈറോയിഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ, അതിൽ നിന്ന് ശരിയായ രീതിയിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അയോഡിൻ എന്ന മൂലകം വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം, അയോഡിന്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉപ്പാണ്. ഉപ്പിലൂടെയും കടൽ മത്സ്യങ്ങളിലൂടെയുമാണ്, ചെറിയ കടൽ മത്സ്യങ്ങളിലൂടെയുമാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ലഭിക്കുന്നത്. ആ ഉപ്പിലാണ് അടങ്ങിയിട്ടുള്ളത്? അയോഡിൻ അടങ്ങിയിട്ടുള്ളത്. നാം കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് നമുക്ക് പ്രധാനമായും അയോഡിൻ കിട്ടുന്നത്. ഇനി ആഹാരത്തിലൂടെ ലഭിച്ചിരിക്കേണ്ട അയോഡിന്റെ അളവ് കുറഞ്ഞു പോയാൽ, അയോഡിൻ ആവശ്യാനുസരണം ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ക്രമാതീതമായി വളരാൻ, വീങ്ങി വരാൻ അത് കാരണമാകും. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ ഇൻ അവർ ഡയറ്റ്, ഇൻ അവർ ഫുഡ്, ദർ ഇസ് എ ചാൻസ് ഫോർ ദ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. കഴുത്തിങ്ങനെ വീങ്ങി വരെ ചെയ്യും. ആ കണ്ടീഷൻ, ആ രോഗാവസ്ഥയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറയും. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ, അയോഡിന്റെ അപര്യാപ്തത മൂലം there is a chance for the enlargement of thyroid gland. തൈറോയിഡ് ഗ്ലാൻഡ് അമിതമായി വികസിക്കുന്ന, വീർത്തു വരുന്ന രോഗത്തിന്റെ പേരാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഗോയിറ്ററിന്റെ പോസിബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഈ അയോഡിൻ ചേർത്ത് ഉപ്പ് കഴിച്ചിരിക്കണം എന്ന് പറയുന്നത്. എല്ലാ ഉപ്പിനകത്തും അയോഡിൻ ഉണ്ട് കേട്ടോ. നമുക്ക് ചില പരസ്യങ്ങൾ കാണുന്ന സമയത്ത് ചില ഉപ്പ് കമ്പനിക്കാർ കൂടുതൽ അയോഡിൻ ചേർത്തിരിക്കുന്നു എന്നൊക്കെയുള്ള പരസ്യങ്ങൾ വരാറുണ്ട്. എന്ന് വീണു പോകേണ്ടതില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അയോഡിൻ എല്ലാതരം ഉപ്പിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക ബ്രാൻഡ് കമ്പനിയുടെ ഉപ്പ് തന്നെ കഴിച്ചോളെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല എന്നാണ്. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് രണ്ട് ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഹോർമോൺ. ഒന്ന് തൈറോക്സിൻ, തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് തൈറോക്സിൻ. രണ്ട് കാൽസിറ്റോണിൻ. തൈറോക്സിൻ എന്നും കാൽസിറ്റോണിൻ എന്നറിയപ്പെടുന്ന രണ്ട് സുപ്രധാനമായ ഹോർമോണുകൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് രണ്ടിനെയും കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? തൈറോക്സിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. എന്താണ് തൈറോക്സിന്റെ പ്രവർത്തനവും അതിന്റെ ആക്ടിവിറ്റീസ് നോക്കുക. തൈറോക്സിൻ സാധാരണ ഈ ഗ്രന്ഥിയെ കുറിച്ച് തന്നെ പറയാനുള്ളത് മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് എന്നാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് എന്നാണ് പറയാം. അങ്ങനെ ഒരു പേര് തന്നെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തൈറോക്സിൻ ഈ പറഞ്ഞ ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ പറയുന്നത് 3-4 ധർമ്മങ്ങളാണ് തൈറോക്സിൻ പ്രധാനമായും നിർവഹിക്കാറുള്ളത്. ഒന്ന്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുന്നു. മെറ്റബോളിസം ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ വേഗതയുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പറയുന്നത്, ഇറ്റ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില ഉയർത്തുന്നതിന് സഹായിക്കുന്നു. ശരീര താപനില ആവശ്യാനുസരണം ഉയർത്തുന്നതിന് തൈറോക്സിൻ സഹായിക്കുന്നത്. സ്വാഭാവികമായും മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമ്പോഴും
ഉപാപചയ പ്രവർത്തനങ്ങളുടെ തോത് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് ഉപാപചയ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ബൈ പ്രൊഡക്റ്റ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ടെമ്പറേച്ചർ അതിനനുസരിച്ച് കൂടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. മൂന്നാമത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും തലച്ചോറിന്റെ വികാസത്തിന്, അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും. തലച്ചോറിന്റെ വികാസത്തിനും വളർച്ചയ്ക്കും ഇവിടെ ഭ്രൂണാവസ്ഥയിൽ നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിനകത്തായിരിക്കുന്ന സമയത്തും പ്രസവം കഴിഞ്ഞ ഉടനെ ശൈശവാവസ്ഥയിലും തലച്ചോറിന്റെ, ആ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ആൻഡ് നാലാമത്തത് ശൈശവഘട്ടത്തിൽ ശരീര വളർച്ചയെ ക്രമീകരിക്കുന്നു. ശൈശവാവസ്ഥയില് ശരീര വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ, ശാരീരിക വളർച്ചയുടെയും മാനസിക വളർച്ചയുടെയും രണ്ടുമുണ്ട്. ശാരീരികവും മാനസികവുമായ വളർച്ചയെ ക്രമീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോക്സിൻ. ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശരീര താപനില ഉയർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ വികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു, ആൻഡ് ശൈശവാവസ്ഥയിൽ ശരീര വളർച്ചയെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇത്രയും സുപ്രധാനമായ 4 ധർമ്മങ്ങളാണ് തൈറോക്സിന് നിർവഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും തൈറോക്സിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, തൈറോക്സിൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് എന്തിനു കാരണമായിരിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങൾ അല്ലെ, ഇത് അവതാളത്തിലാവാൻ കാരണമാകും. തൈറോക്സിൻ കൂടിയാലും കുറഞ്ഞാലും അത് നിർവഹിക്കുന്ന ധർമ്മങ്ങൾ അവതാളത്തിലാവാൻ കാരണമായിരിക്കാം. തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകൾക്ക്, ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡിക്രീസസ്, അങ്ങനെ കുറഞ്ഞു പോയാൽ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന പേര് ഹൈപ്പോതൈറോയിഡിസം എന്നാണ്. ഹൈപ്പോതൈറോയിഡിസം എന്താണ്? തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ, പ്രൊഡക്ഷൻ കുറഞ്ഞാൽ, അങ്ങനെ വരുന്ന കണ്ടീഷൻ, അവസ്ഥയ്ക്ക് പൊതുവിൽ പറയുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ് നിർത്തുവാണ്, തൈറോയിഡിസം എന്ന് പറയുമ്പോൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ എന്തായി? തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നും ആവശ്യാനുസരണം തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരുന്ന ആ അവസ്ഥയ്ക്ക്, കണ്ടീഷന് പൊതുവിൽ വരുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും തൈറോക്സിൻ കുറഞ്ഞാൽ അത് നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുടെ വേഗതയും കുറയും. ഇപ്പൊ ശരീര താപനില കുറയും, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയും, ഹൃദയമിടിപ്പിന്റെ വേഗത കുറയും. അതൊക്കെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളാണല്ലോ. ഹൃദയമിടിപ്പിന്റെ വേഗത കുറയുന്നതിന് കാരണമാകുന്നു. ശരീരം തടിച്ചു വരാൻ കാരണമാകും. നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആവശ്യത്തിനുള്ളത് ഊർജമാക്കി മാറ്റി ആവശ്യത്തിലേറെ വരുന്നതാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ തടി, നമ്മൾ ബോഡി എന്ന് പറയുന്നത്. തടി കൂടുക എന്ന് പറയുമ്പോൾ ഡെപ്പോസിഷൻ കൂടാൻ നിർത്തുവാണ്. അത് നമ്മൾ അരിയാഹാരം അധികമായി കഴിക്കുന്നത് തടി കൂടാൻ കാരണമാകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാ. അരിയാഹാരം അധികമായി കഴിക്കുമ്പോഴും എനർജിക്ക് വേണ്ടി വരുന്നതിന്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റും അന്നജവും വിവിധ ശരീരഭാഗങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതിന് കാരണമാകുന്നു എന്നാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഊർജ്ജോത്പാദനം കുറവാണ്. ആരില്ല? ഹൈപ്പോതൈറോയിഡിക് ആയിട്ടുള്ള ആളുകളിൽ ഊർജ്ജോത്പാദനം കുറവായതുകൊണ്ട് ഊർജ്ജമാക്കി മാറ്റേണ്ടിയിരുന്ന അന്നജവും എന്താ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ ഡെപ്പോസിഷൻ കൂടുന്നു. അങ്ങനെ ഡെപ്പോസിഷൻ കൂടുന്നതിന്റെ ഫലമായി ഇദ്ദേഹത്തിന്റെ ശരീരം വീർത്തു വരുന്നു. ആഹാരത്തോട് താല്പര്യം കുറയുന്നു. ഇദ്ദേഹത്തിന് ഒരുതരം അലസത, ലതാർജി അനുഭവപ്പെടുകയും ചെയ്യുന്നു. സോ അപ്പൊ ലോ മെറ്റബോളിക് റേറ്റ്, ലോ ടെമ്പറേച്ചർ, ലോ ഹെപ്പറ്റൈറ്റ്, ലോസ് ഓഫ് ഹെപ്പറ്റൈറ്റ്, പിന്നെ ഇമാൻസിഫിക്കേഷൻ ഓഫ് ദ ബോഡി വല്ലാണ്ട് തടിച്ചു വരുന്നതിന് കാരണമാകുന്നു. ആൻഡ് പിന്നെ ലതാർജി, ഒരു അലസത, മടി അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അത്തരം കണ്ടീഷൻസ്, ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ്, ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പോതൈറോയിഡിസം 2 രോഗങ്ങൾക്ക് കാരണമാകുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഹൈപ്പോതൈറോയിഡിസം ഒരു രോഗമല്ല, ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയാണ്. ഹൈപ്പോതൈറോയിഡിസം മൂലം, അല്ലെങ്കിൽ എന്താ പറയുക, തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന രോഗത്തിന് പറയുന്ന പേരാണ് ക്രെറ്റിനിസം.
തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ക്രെറ്റിനിസം. ഇതേ അവസ്ഥ മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് മിക്സഡിമ. രണ്ടിന്റെയും ഒരു ബന്ധം എന്താണ്? ബോത്ത് ആർ ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലമാണ് ക്രെറ്റിനിസവും മിക്സഡിമയും ഉണ്ടാവുന്നത്. അവർ തമ്മിലുള്ള ബന്ധം അതാണ്. വ്യത്യാസം എന്താ? തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ കുട്ടികളിൽ ക്രെറ്റിനിസവും മുതിർന്നവരിൽ മിക്സഡിമയും ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ക്രെറ്റിനിസവും മിക്സഡിമയും. ക്രെറ്റിനിസം ബാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിച്ചു പോവും. വളർച്ച ഏറ്റവും കൂടുതൽ നടക്കേണ്ട ഒരു കാലഘട്ടമാണല്ലോ അത്. ആ കാലഘട്ടത്തിൽ വളർച്ച നടക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ശാരീരിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും എന്ത് അത്യാവശ്യമായിരുന്നു? തൈറോക്സിൻ അത്യാവശ്യമായിരുന്നു. അപ്പൊ കുട്ടികളിൽ ആ തൈറോക്സിന്റെ അളവ് കുറഞ്ഞു പോയാൽ അവരുടെ ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും മുരടിക്കും. അതാണ് എന്ത്? ക്രെറ്റിനിസം. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. മിക്സഡിമയെ സംബന്ധിച്ചുള്ള ആ ഒരു അപകടമില്ല. കാരണം മുതിർന്നതിന് ശേഷമാണ്. മുതിരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും മിക്സഡിമ ബാധിക്കുന്നില്ല. പകരം അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അലസത ഉണ്ടാകുന്നതിനും ഹൃദയമിടിപ്പ് കുറയുന്നതിനും തടി കൂടുന്നതിനും ഒക്കെ കാരണമാകുന്നു. ഓക്കെ, ഹൈപ്പോതൈറോയിഡിസം മൂലം കുഞ്ഞുങ്ങളിൽ ക്രെറ്റിനിസവും മുതിർന്നവരിൽ മിക്സഡിമയും ഉണ്ടാവുന്നതിന് കാരണമാകും. ഇനി ഇതിന്റെ മറ്റൊരു വശം ഉണ്ടായിരിക്കല്ലോ. എന്താണത്? ഇപ്പോ തൈറോക്സിന്റെ ഉൽപാദനം ക്രമാതീതമാകുന്നു എന്ന് കരുതുക. തൈറോക്സിന്റെ അളവ് ക്രമാതീതമായി കഴിഞ്ഞാൽ ആ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന പേര് ഹൈപ്പർ തൈറോയിഡിസം എന്നാണ്. ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ, ഉൽപാദനം ക്രമാതീതമായാൽ, ആവശ്യത്തിലേറെയായാൽ ആ അവസ്ഥയ്ക്ക് പറഞ്ഞ പേരാണ് ഹൈപ്പർ. ഹൈപ്പോന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ മാർക്കറ്റ്. വലിയ മാർക്കറ്റ് ആണല്ലോ. അവൻ വലുത് അധികം എന്നൊക്കെ അർത്ഥത്തിലാണ് ഹൈപ്പർ കൊടുക്കുന്നത്. ഹൈപ്പർ തൈറോയിഡിസം, തൈറോക്സിന്റെ അളവ് കൂടുതലാകുന്ന കണ്ടീഷന്, അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഉപാപചയ നിരക്ക് കൂടും, ഊർജോൽപാദനം കൂടും, ഹൃദയമിടിപ്പ് കൂടും, വിയർപ്പ് കൂടും, ആകപ്പാടെ മാനസികാസ്വാസ്ഥ്യം, മെന്റൽ ഡിപ്രസ്ഡ് ആയി പോകും. അങ്ങനെയുള്ള ഒരു കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന കണ്ടീഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ്. ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ശരീരം മെലിയും അല്ല. ഹൈപ്പർ തൈറോയിഡിക് ആയിട്ടുള്ള ആളുകളിൽ ശരീരം സ്ലിം ആയി മാറാൻ കാരണമാകും. ഇവർക്ക് ഇൻക്രീസ്ഡ് ഹെപ്പറ്റൈറ്റ് ആണ്. വിശപ്പ് വല്ലാതെ കൂടുക ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ആവശ്യമുള്ളത് ഊർജമാക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് ആവശ്യത്തിലേറെ വരുന്ന ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക. ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ കേസാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഊർജോൽപാദനം കുറവായതുകൊണ്ട് ഡെപ്പോസിഷൻ കൂടുന്നു. പക്ഷെ ഹൈപ്പർ തൈറോയിഡിസത്തിലോ ഊർജോൽപാദനം കൂടുതലാ, അതുകൊണ്ട് എന്ത് കുറയും? ഡെപ്പോസിഷൻ കുറയും. അപ്പൊ ബോഡി വെയിറ്റ് കുറയാൻ കാരണമാകുന്നു. ഡിക്രീസസ് ദ ബോഡി വെയിറ്റ്, increases the production of energy, increases the heartbeat, increased hepatite. ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഒരു ഡിസീസ് ഉണ്ട്, പഠിക്കേണ്ടതല്ല, ഞാൻ ജസ്റ്റ് പേര് പറയുന്നത് മാത്രമാണ്. ഗ്രേവ്സ് ഡിസീസ് എന്നാണ് പറയുന്നത്. ഗ്രേവ്സ് ഡിസീസ് എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഗ്രേവ്സ് ഡിസീസ്. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നും പറയാറുണ്ട്. കണ്ണ് ഇവർക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നതായതുകൊണ്ടാണ് അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിനകത്ത് ഈ പേരില്ലേ, ജസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നു മാത്രം. ഇതാണ് തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിന്റെ ധർമ്മങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയി പറയുക കഴുത്തില് ക്ലോമത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയാ ഗ്ലോട്ടിസിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണിത്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വളർച്ചയ്ക്ക് അത്യാവശ്യമായ എലമെന്റ് ആണ് അയോഡിൻ. അയോഡിന്റെ അളവ് കുറഞ്ഞു പോയാൽ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്ന, വികസിച്ചു വരുന്ന കണ്ടീഷനാണ് ഗോയിറ്റർ. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസിൽ ഒന്നാണ് തൈറോക്സിൻ. തൈറോക്സിന്റെ 4 ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു?
എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുക. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, കുട്ടികളുടെ ശാരീരിക വളർച്ചയെ സഹായിക്കുക, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും കുഞ്ഞുങ്ങളുടെ മാനസിക അല്ലെങ്കിൽ ബുദ്ധിപരമായ വളർച്ചയെയും അതിന്റെ വികാസത്തെയും സഹായിക്കുന്നു. മെറ്റബോളിസത്തെ അതുപോലെ അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് തൈറോക്സിൻ സഹായിക്കുന്നുണ്ട്. തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻസിന് പൊതുവിൽ പറയുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിക് ആയിട്ടുള്ള ആളുകളുടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് കുറയുന്നു, ഹൃദയമിടിപ്പ് കുറയുന്നുണ്ട്, ലോസ് ഓഫ് ഹെപ്പറ്റൈറ്റ് വിശപ്പ് കുറയുന്നു, ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ലതാർജി അലസത അനുഭവപ്പെടുന്നതിന് കാരണമാകും തുടങ്ങിയവയാണ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസ്. ഹൈപ്പോതൈറോയിഡിസം മൂലമുണ്ടാകുന്ന ഡിസീസാണ് ക്രെറ്റിനിസം. അല്ലെ, ക്രെറ്റിനിസം കുട്ടികളിലും മിക്സറിമ മുതിർന്നവരിലുമാണ് ഉണ്ടാവുക. ക്രെറ്റിനിസം ബാധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ വളർച്ച മുരടിച്ചു പോകാൻ കാരണമാകുന്നു. ഇനി തൈറോയിഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഹാർട്ട് ബീറ്റ് എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, വല്ലാതെ സ്വെറ്റിങ് വല്ലാതെ വിയർക്കാൻ കാരണമാകുന്നു, ബോഡി വെയിറ്റ് കുറയാൻ കാരണമാകുന്നു, ഇൻക്രീസ്ഡ് ഹെപ്പറ്റൈറ്റ് വിശപ്പ് കൂടാൻ കാരണമാകുക തുടങ്ങിയവയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ്. ഹൈപ്പർ തൈറോയിഡിസം മൂലമുണ്ടാകുന്ന ഡിസീസാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൈറോക്സിനോട് സാർ അടുത്തത് രണ്ടാമത്തെ ഹോർമോണാണ്. എന്താ ഹോർമോൺ? ഏതാ? കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ എന്ന പേര് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്തിനെ ഓർമ്മ വരിക? കാൽസ്യം അയോണുകൾ. രക്തത്തിലെ കാൽസ്യം അയോണിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ. കാൽസ്യം അയോണിന്റെ അളവ് രക്തത്തിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് പറയുന്നത് 9 to 11 മില്ലിഗ്രാം പെർ 100 ml ആണ്. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവാണ് 9 to 11 മില്ലിഗ്രാം പെർ 100 ml. 100 ml രക്തം എടുത്താൽ കുറഞ്ഞാൽ 9 വരെയും കൂടിയാൽ 11 വരെയും എന്ത് കാണണം? കാൽസ്യം കാണണം എന്നാണ്. ഈ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്? കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ കാൽസിറ്റോണിന്റെ ധർമ്മം നമുക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഏത് ധർമ്മം? കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുക എന്ന ധർമ്മം കംപ്ലീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് തൈറോയിഡിനോട് ചേർത്തുകൊണ്ട് മറ്റൊരു ഗ്രന്ഥി കൂടെ പരിചയപ്പെടേണ്ടി വരും. ആ ഗ്രന്ഥി കൂടെ പരിചയപ്പെട്ടാൽ മാത്രമേ നമുക്ക് കാൽസിറ്റോണിന്റെ ധർമ്മം പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ എങ്ങനെയാണ് കാൽസ്യത്തിന്റെ അളവ് ഈ ഒരു ലെവലിൽ ക്രമീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ കൂടെ രണ്ടാമത്തെ ഒരു ഗ്ലാൻഡ് കൂടെ പരിചയപ്പെട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്ത് മനസ്സിലാക്കുക? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഹോർമോണാണ് കാൽസിറ്റോണിൻ. ആ കാൽസ്യത്തിന്റെ അളവ് 9 to 11 മില്ലിഗ്രാം എന്ന തോതിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. അതെങ്ങനെയെന്ന് നമ്മൾ അടുത്ത ഗ്ലാൻഡ് കൂടെ പറഞ്ഞിട്ട് ചേർത്ത് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ള മൂന്നാമത്തെ ഗ്ലാൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡാണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡിനോട് ചേർന്ന് കാണപ്പെടുന്ന ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഉൾവശത്തായി കാണപ്പെടുന്ന 4 ഇതളുകളോട് കൂടിയ ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ആ ചിത്രം കാണുന്നു നിങ്ങൾ. അതിന്റെ പൊസിഷനൊക്കെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഉള്ളിലായിട്ട് നമുക്ക് പുറത്തേക്ക് ഇതാണ് തൈറോയിഡ് ഗ്ലാൻഡ് എങ്കിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഈ ഭാഗത്തായിട്ടാണ് കാണുക. 4 ഡോട്ടുകളായിട്ടാണ് കാണുക. അവർ പുറത്തേക്ക് കാണില്ല അല്ലെ. ഇപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ കാണുള്ളൂ. പാരാതൈറോയിഡ് കാണണമെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് പുറത്തേക്ക് എടുത്ത് തിരിക്കണം. ഉൾവശത്തായിട്ടാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നത്.
പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതെർമോൺ, അല്ലെങ്കിൽ പാരാതൊർമോൺ എന്നും പറയാറുണ്ട്. അങ്ങനെ വായിച്ചു വെച്ചു, പാരാതൊർമോൺ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് പാരാതൊർമോൺ എന്ന് പറയുന്നത്. ഈ പാരാതെർമോണും നേരത്തെ നമ്മൾ പറഞ്ഞ കാൽസിറ്റോണിനും ചേർന്നാണ് എന്തിനെ സഹായിക്കുന്നത്? കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുക. ആരൊക്കെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിനും പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ചേർന്നാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നത്? 9 to 11 മില്ലിഗ്രാം, 9 to 11 മില്ലിഗ്രാം എന്ന തോതിൽ ക്രമീകരിക്കാൻ സഹായിക്കുന്നത്. ഇതെങ്ങനെ എന്ന് പരിശോധിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ അളവ് ക്രമീകരിക്കുന്നതിൽ ഈ പറഞ്ഞ രണ്ട് ഹോർമോണുകളും സഹായിക്കുന്നു? നോക്കൂ. ഇപ്പോ 11 മില്ലിഗ്രാമിൽ നിന്ന് കാൽസ്യത്തിന്റെ അളവ് കൂടുന്നു എന്ന് കരുതാം. എന്തെങ്കിലും കാരണവശാലും രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് 11 മില്ലിഗ്രാമിൽ നിന്ന് കൂടിയാൽ അത് തൈറോയിഡ് ഗ്ലാൻഡ് ഉത്തേജിപ്പിക്കപ്പെടാൻ കാരണമാകുന്നു. ശ്രദ്ധിക്കണേ, 11 മില്ലിഗ്രാമിൽ നിന്നും കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ കൂടിയാൽ തൈറോയിഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഒമ്പത് ടു 11 നോർമൽ ലെവല്. 11 നിന്ന് വല്ലാണ്ട് കൂടുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാൻ കാരണമാവുകയും ആ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇനി കാൽസിറ്റോണിൻ എന്താ ചെയ്യുക നോക്കി. കാൽസിറ്റോണിൻ അധികമുള്ള കാൽസ്യത്തെ ഫിൽറ്റർ ചെയ്തിട്ട് അരിച്ചു മാറ്റിയിട്ട് നമ്മുടെ അസ്ഥികളിലും മറ്റും സംഭരിക്കും. അസ്ഥികളും എല്ലും നമ്മുടെ അസ്ഥികളും അതുപോലെ പല്ലൊക്കെയാണ് ഈ കാൽസ്യത്തിന്റെ പ്രധാനപ്പെട്ട ഡെപ്പോസിഷൻ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ അധികമായി വരുന്ന കാൽസ്യത്തെ ഫിൽറ്റർ ചെയ്ത് അതിനെവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? നമ്മുടെ അസ്ഥികളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നത് തടയുന്നു. അസ്ഥികളിൽ എന്തുണ്ട്? കാൽസ്യം ഉണ്ട്. കാൽസ്യത്തിന്റെ ഒരു ബാങ്കാണ് അസ്ഥികൾ. അപ്പൊ ആ അസ്ഥികളിൽ നിന്ന് കാൽസ്യം അയോണുകൾ രക്തത്തിലേക്ക് കലരാറുണ്ട് ആവശ്യമായ സമയത്ത്. നിലവിൽ എന്താ രക്തത്തിലെ കണ്ടീഷൻ? കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് അധികമുള്ളതിനെ ഫിൽറ്റർ ചെയ്ത് അസ്ഥികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അസ്ഥികളിലുള്ള കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രക്രിയ obstructs the withdraw of calcium from the bone to the blood. ബോണിൽ നിന്ന് ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിന്റെ വിത്ഡ്രോ പിൻവലിക്കൽ തടയുകയും ചെയ്യുന്നു. ആര്? കാൽസിറ്റോണിൻ. എന്തൊക്കെയാണ്? അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അസ്ഥികളിലുള്ള കാൽസ്യം രക്തത്തിലേക്ക് കലരുന്നു, തടയുന്നു. ഈ രണ്ട് മാർഗങ്ങളിലൂടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നോർമലിലേക്ക് വരുന്നു. ഇനിയോ 9 മില്ലിഗ്രാം എന്ന് കാൽസ്യം കുറയുന്നു എന്ന് കരുതുക. അപ്പം പ്രശ്നമാണ്. ടെറ്റനി എന്ന മഹാരോഗം ഉണ്ടാകുന്നതിന് കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ കാരണമാകും. ടെറ്റനി എന്ന് പറഞ്ഞാൽ ഈ കാൽസ്യം എന്ന് പറയുമ്പോഴേ നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസിന് വളരെ അത്യാവശ്യമായ ഒരു എലമെന്റ് ആണ് കാൽസ്യം. സ്വാഭാവികമായും കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഈ മസിൽസിന്റെ ഒക്കെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അതിന്റെ സങ്കോച വികാസങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകും. ഇതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. പാരാതൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാ 9 മില്ലിഗ്രാമിൽ നിന്ന് കാൽസ്യം കുറയുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുകയും അതിൽ നിന്ന് പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. എന്താ ചെയ്യുന്ന പാരാതെർമോണ്? പാരാതെർമോണ് അസ്ഥികളിൽ നിന്നും കുടലിൽ നിന്നും വൃക്കകളിൽ നിന്നും ഒക്കെ കാൽസ്യത്തെ പിൻവലിക്കും. കാൽസ്യം കാണുന്ന പ്രധാനപ്പെട്ട ഏരിയ അതാണ്. ഒന്ന് അസ്ഥിയാണ് പറഞ്ഞു, രണ്ട് കുടലാണ്. കുടലിൽ എവിടുന്ന കാൽസ്യം കിട്ടുക? ഭക്ഷണത്തിലൂടെയാണല്ലോ കാൽസ്യം കിട്ടേണ്ടത്. ആ ഭക്ഷണത്തിന്റെ ദഹന സമയത്ത് പോകുന്ന വഴിയാണ് കുടൽ. ആ കുടലിൽ നിന്ന് ആവശ്യത്തിന് കാൽസ്യത്തെ പിൻവലിക്കും. വൃക്കയിലുണ്ടാവും. വൃക്കയിൽ വെച്ചാണ് അരിച്ചുമാറ്റൽ പ്രക്രിയ നടക്കുക ബൊമൻസ് ക്യാപ്സൂളിലൂടെ. അപ്പൊ ആ വൃക്കയിൽ നിന്നും അസ്ഥികളിൽ നിന്നും ഒക്കെ കുടലിൽ നിന്നും ഒക്കെ
കാൽസ്യത്തെ പിൻവലിച്ചങ്ങോട്ട് ചേർക്കുകയാണ്, രക്തത്തിലേക്ക് ചേർക്കുക. 2, രക്തത്തിലെ കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കപ്പെടുന്ന പ്രക്രിയ തടയും. അത് പാടില്ലല്ലോ, കാരണം ഓൾറെഡി രക്തത്തിനകത്ത് കാൽസ്യത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ രക്തത്തിലെ കാൽസ്യം എവിടെ പോരുത്, അസ്ഥികളിൽ സംഭരിക്കപ്പെടരുത്. അപ്പൊ രക്തത്തിലെ കാൽസ്യം അസ്ഥികളിൽ സംഭരിക്കപ്പെടുന്ന പ്രക്രിയ തടയും. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ പിൻവലിക്കുന്നു, കുടലിൽ നിന്ന് കാൽസ്യത്തെ പിൻവലിക്കുന്നു, അസ്ഥികളിൽ നിന്ന് കാൽസ്യത്തെ ആവശ്യാനുസരണം പിൻവലിച്ച് രക്തത്തിലേക്ക് ചേർക്കുന്നു. രക്തത്തിലെ കാൽസ്യം അസ്ഥികളിൽ തടയുന്നത്, അസ്ഥികളിൽ സംഭരിക്കപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. സോ the level of calcium increases to the normal. കാൽസ്യം അതിന്റെ സാധാരണ ലെവലിലേക്ക് വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുക. ആര്? തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസ്യറ്റോണിനും പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതെർമോണും ഈ രീതിയിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിച്ചാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ ലെവല് 9 to 11 mg/100 ml എന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞത്. കാൽസ്യറ്റോണിൻ മാത്രം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസ്യറ്റോണിൻ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് കാൽസ്യത്തിന്റെ അളവ് പറയാനാവില്ല. അതിന് ആരും കൂടെ വേണം, പാരാതെർമോണും പാരാതൈറോയ്ഡ് ഗ്രന്ഥി കൂടെ വേണം, ചേർത്തേ പറയാനാവും. അപ്പൊ നമുക്കിങ്ങനെ പറയാം, തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസ്യറ്റോണിന്റെയും പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതെർമോണിന്റെയും പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9 to 11 mg/100 ml എന്ന രീതിയിൽ ക്രമീകരിക്കുന്നു. കോൺട്രവേഴ്സറി ആക്ടിവിറ്റീസ് ഓഫ് കാൽസ്യറ്റോണിൻ ആൻഡ് പാരാതെർമോൺ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ അവർ ബ്ലഡ്. ഇവിടെ രോഗം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ഒരു രോഗം ഞാൻ പറഞ്ഞു, കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ടെറ്റനി ഉണ്ടാവാൻ കാരണമാകും. കാൽസ്യത്തിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ടല്ലോ. കാൽസ്യത്തിന്റെ അളവ് കൂടുകയും അധികമുള്ള കാൽസ്യം നമ്മുടെ യൂറിനറി ബ്ലാഡറിലും കിഡ്നിയിലൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് കാൽസ്യം സ്റ്റോൺസ് ഫോം ചെയ്യുക, കാൽസ്യം കല്ലുകൾ ഉണ്ടാകുന്നതിന് അത് കാരണമാകുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്രന്ഥി. 3 ഗ്രന്ഥികൾ കവർ ചെയ്ത് നമ്മൾ. 1 പാൻക്രിയാസ് ആയിരുന്നു, 2 തൈറോയ്ഡ് ഗ്രന്ഥിയാണ്, 3 പാരാതെർമോൺ. ഈ ഫിഗർ നിങ്ങൾക്ക് ഒരു റിസംബ്ലൻസ് തോന്നുന്നുണ്ടോ? കണ്ടുപരിചയം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഞ്ചസാരയുടെ അളവ് പറഞ്ഞപ്പോഴും വരച്ച ഇതേ ഫിഗർ തന്നെയാണ്, ഓർമ്മയില്ലേ? 9 to 11 mg പകരം 70 to 110 mg/100 ml ആയിരുന്നു. ആ ഒരളവിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്ട്രക്ചർ ഒക്കെ ഒരുപോലെയാണ്. ഒന്ന് കമ്പയർ ചെയ്ത് ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഈ ക്ലാസ്, ഈ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ചാപ്റ്ററിന്റെ ഒരു എക്സാം വരുന്നുണ്ട്. നിങ്ങളത് കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസ് തരാം. അതിന്റെ പാഠഭാഗങ്ങളൊന്ന് നോക്കി വെച്ചു കൊടുക്കുക. ഈ ക്ലാസ് കണ്ട് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമന്റ്സും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ വളരെ നന്നായി കമന്റ് ചെയ്യുന്നുണ്ട്. പോരായ്മകളെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയാണ്. നിങ്ങൾ പുകഴ്ത്തുക എന്നുള്ളതല്ല, പോരായ്മകളെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഗ്ലാൻഡുമായി കാണാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.